നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു തീർക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇത് നമ്മളൊരു ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾ എടുക്കുക. ഇനി വരുന്ന എല്ലാ എക്സാംസിനും നമുക്ക് ഇത് ഒരുപാട് പ്രയോജനപ്പെടും. നമ്മൾ ഒരുപാട് നേരം സമയം ചെലവഴിച്ച് ഓരോ ടോപ്പിക്ക് പഠിക്കേണ്ട, ഒറ്റയടിക്ക് നമുക്ക് ടോപ്പിക്സ് തീർത്ത് അങ്ങ് പോകാം. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർനെറ്റും സർവീസസ്, അതായത് www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്, പർപ്പസ്, അതുപോലെ സോഷ്യൽ മീഡിയ എക്സാമ്പിൾ ആൻഡ് ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളും പറ്റിയാൽ നമുക്ക് സൈബർ ക്രൈംസും സൈബർ ലോസും ഒന്ന് പറഞ്ഞു പോകാം. ഇതെല്ലാം നമ്മൾ SCERT +1 +2 ബേസ് ചെയ്ത് തന്നെയാണ് പഠിച്ചു പോകുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാകും ഇതേ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് +1 +2 ചാപ്റ്റേഴ്സ് പോകുന്നത്. സോ ഇവിടെ നിന്ന് തന്നെയായിരിക്കും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് അറിയാൻ വയ്യാത്ത പോയിന്റ്സ് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റർനെറ്റ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടേംസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തീർക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നില്ല. എവിടെന്നെങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് നോക്കാം. അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ പദ്ധതിയായ ARPANET, എന്താണ് ARPANET എന്ന് വായിക്കാം. അതൊരു അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. എന്ന പേരിൽ ഒരു ചെറിയ ശൃംഖല അഥവാ നെറ്റ്വർക്കിലൂടെയാണ് ഇൻ്റർനെറ്റിന് തുടക്കമിടുന്നത്. 1970കളിൽ അമേരിക്കൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സർവകലാശാലകളിലെയും തൊഴിൽ സ്ഥാപനങ്ങളിലെയും കമ്പ്യൂട്ടർ ഈ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ 1984-ൽ ARPANETൽ നിന്നും വേർതിരിഞ്ഞ് അമേരിക്കൻ സൈന്യത്തിന്റെ ഉപയോഗത്തിന് മാത്രമായി സൈനിക ശൃംഖലയായ മിൽനെറ്റ് രൂപം കൊള്ളുകയും ആശയവിനിമയത്തിനായി TCP/IP പ്രോട്ടോകോൾ ഉപയോഗിച്ചിരുന്ന ARPANET അതിനുശേഷം ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നു. പിന്നീട് മറ്റനവധി ശൃംഖലകൾ കൂടി ചേർത്തിട്ട് ഈ ARPANET ഒരു വലിയ ശൃംഖലയായി മാറുന്നു. ലോകത്തിലെ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്കായി ARPANET കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായതാണ് ARPANET ആണ്. ഇൻ്റർനെറ്റിനെയും TCP/IP പ്രോട്ടോകോളിൻ്റെയും വികാസത്തിന് പങ്കുവഹിച്ച വിൻഡർ ഗ്രേ സർഫിനെ ഇൻ്റർനെറ്റിൻ്റെ പിതാവായി കണക്ക്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഈ ടേം നമുക്ക് ചോദിക്കാം. അതായത് ആരാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ചോദിക്കാം. ആരാണ്? വിൻഡർ ഗ്രേ സർഫാണ്. സർഫ് എന്ന് ഓർക്കുക, സർഫ് ഉണ്ടല്ലോ നമ്മുടെ സോപ്പ് പൊടി. അപ്പോൾ സർഫ് എന്ന് ഓർക്കുക, വിൻഡർ ഗ്രേ സർഫാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. വിൻഡർ ഗ്രേ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. അതുപോലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ, അതായത് WAN, ഏതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് കണക്കാക്കുന്നത് ARPANET എന്ന് പറയുന്നത്. ARPANET എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. എവിടെ ബേസ് ചെയ്തിട്ട്? അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ പദ്ധതിയായിരുന്നു ഈ ARPANET എന്നൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ 1989-ൽ ഗവേഷകനായ T. Berners-Lee വേൾഡ് വൈഡ് വെബ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പം ഈ ഒരു ചോദ്യം +2-ൻ്റെ 3rd ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1989-ൽ ഗവേഷകനായ T. Berners-Lee ആണ് വേൾഡ് വൈഡ് വെബ് അഥവാ WWW എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. T. Berners-Leeയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP, അതുപോലെ HTML, വെബ് ബ്രൗസർ, വെബ് സെർവറിൻ്റെ സാങ്കേതിക വിദ്യ എന്നീ കണ്ടുപിടുത്തങ്ങളിലൂടെ ഖ്യാതി നേടിയ ആൾക്കാരാണ്. ഇതിലൂടെ വെബ് ഡെവലപ്പർക്ക് ഹൈപ്പർ ടെക്സ്റ്റ് ഉൾക്കൊള്ളിച്ച് വെബ് പേജുകൾ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ശബ്ദം, വാക്യം, ചിത്രം എന്നിവ ഉൾപ്പെടുത്തി ആകർഷകമായ വെബ് പേജുകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞു. 1990കളിൽ ഈ മാറ്റം ഇൻ്റർനെറ്റിൻ്റെ ബൃഹത്തായ വികാസത്തിന് കാരണമായി തീർന്നു. അപ്പോൾ ഈ ഒരു പേര് ഓർത്ത് വെച്ചേക്കുക, T. Berners-Lee എന്ന് പറയുന്ന പേര് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹം വിൻഡർ ഗ്രേ സർഫിൻ്റെ പേരും ഓർത്ത് വെച്ചേക്കുക. ഇനിയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ നോക്കുമ്പം നമ്മളോട് ചോദിച്ചെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങളാണ്, സർവീസസ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. അതിൽ ഒന്നാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് WWWനെ പറ്റി തന്നെയാണ്, വേൾഡ് വൈഡ് വെബിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ മുന്നോട്ട് പോകാം. ഇൻ്റർനെറ്റിൻ്റെ പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നാമത്തതാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് WWW. ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന പരസ്പരം കൂട്ടിയിണക്കിയ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് സംവിധാനമാണ് വേൾഡ് വൈഡ് വെബ്.
ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ച് നൽകുന്ന ഒരു സേവനമാണ് ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട്, ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്, WWW എന്ന് പറയുന്ന സേവനം കൊടുക്കുന്നത്. പരസ്പര ബന്ധമുള്ള ലക്ഷോപലക്ഷം ക്ലയന്റുകളും സെർവറുകളും അടങ്ങുന്ന ക്ലയന്റ് സെർവർ സംവിധാനത്തിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഓരോ സെർവറുകളും ഡോക്യുമെന്റുകൾ സൂക്ഷിക്കുകയും അവ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അറിയാലോ URL അല്ലെ, URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററുകളെ സൂചന ഉപയോഗിച്ച് ലഭ്യമാക്കാനും കഴിയുന്നു. ഈ ഡോക്യുമെന്റുകളിൽ എന്തൊക്കെ കാണും, വാക്യം കാണും, ചിത്രം കാണും, വീഡിയോകൾ, അങ്ങനെ വിവിധ സെർവറുകളെ ഡോക്യുമെന്റുകളിലേക്കുള്ള ഹൈപ്പർ ലിങ്ക്, മൾട്ടിമീഡിയ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരസ്പര ബന്ധമുള്ള ലക്ഷോപലക്ഷം ക്ലയന്റുകളും സെർവറുകളും അടങ്ങിയ ക്ലയന്റ് സെർവർ സംവിധാനമാണ്. അപ്പോൾ ഓരോ സെർവറുകളിലും എന്തുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്. അവ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററുകളിൽ സൂചന ഉപയോഗിച്ച്, നമ്മളിപ്പോൾ എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സൂചന ഉപയോഗിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഗൂഗിൾ ആണെങ്കിലും എന്താണെങ്കിലും തരുന്നത്. അപ്പോൾ ആ അടിച്ചു കൊടുക്കുന്നതിനകത്ത് എന്തൊക്കെ കാണും, ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേറ്ററിനകത്ത് വാക്യങ്ങളും ചിത്രങ്ങളും വീഡിയോയും അങ്ങനെ പലതരം ഹൈപ്പർ ലിങ്കുകളും മൾട്ടിമീഡിയ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഒരു ഹൈപ്പർ ലിങ്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വെബ് പേജ് സെർവറിൽ നിന്നും തേടിക്കൊണ്ടുവരുന്നു. ശൃംഖലകളിലെ ഡോക്യുമെന്റുകൾക്കുള്ളിൽ ഹൈപ്പർ ലിങ്കുകൾ സ്ഥാപിച്ചാണ് വേൾഡ് വൈഡ് വെബ് പ്രവർത്തിക്കുന്നത്. സെർവറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡോക്യുമെന്റുകൾ ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലഭ്യമാക്കാൻ ക്ലയന്റിന് കഴിയും. ഡോക്യുമെന്റുകൾ ഉചിതമായി പ്രദർശിപ്പിക്കേണ്ടത് ബ്രൗസറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ദൃശ്യമാവുന്നത്. അപ്പോൾ എന്താണ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളോട് അടുത്തത് ചോദിച്ചിരിക്കുന്നത്, എന്തിനെയാണ് നമ്മൾ ബ്രൗസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെബ് ബ്രൗസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് WWWയിൽ അടങ്ങിയ ഡോക്യുമെന്റുകളിലൂടെ കടന്നു പോവുകയും വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയോ തിരഞ്ഞെടുക്കാനോ കഴിയും. അപ്പം നമ്മൾ ബ്രൗസ് ചെയ്തിട്ടാണ്, വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് അല്ലേ, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വേൾഡ് വൈഡ് വെബിൽ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അവിടെ കാണുന്ന വിവരങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രദർശിപ്പിക്കേണ്ട ഡോക്യുമെന്റ് URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഉപയോഗിച്ചിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു URL അതിൻ്റെ DNS ചേരുന്നതോടൊപ്പം ഫയലിൻ്റെ പേരും അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പം നെറ്റ്വർക്കിലൂടെ ഡോക്യുമെന്റുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു വെബ് പേജ് അഥവാ ഡോക്യുമെന്റിനുള്ളിൽ വാക്യം, ചിത്രം, ഹൈപ്പർ ലിങ്ക്, വീഡിയോ, ശബ്ദങ്ങൾ, വെബ് പേജിലുള്ള പ്രോഗ്രാം ശകലങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കാൻ ബ്രൗസറിന് സാധിക്കുന്നുണ്ട്. ഒട്ടുമിക്ക WWW ഡോക്യുമെന്റുകളും വെബ് പേജുകൾ എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആണല്ലോ, HTML ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വെബ് ബ്രൗസറുകൾ ഈ ടാഗുകളെ തർജ്ജമ ചെയ്ത് രൂപഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വെബ് ബ്രൗസറുകൾ? നമ്മൾ പ്രധാനമായിട്ടും ഗൂഗിൾ ക്രോം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറാണ്. ഇവിടെ കണ്ട ഗൂഗിൾ ക്രോം, എക്സ്പ്ലോറർ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി, ഇതെല്ലാം എന്താണ്, വെബ് ബ്രൗസറുകളാണ്. നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിനകത്ത് നമ്മുടെ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്, ആയതേത്, അല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഈ ലോഗോ തന്നിട്ട് വേണമെങ്കിൽ പോലും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ഒരു കാര്യമാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളാണ്, ആദ്യത്തെ ആൾ വേൾഡ് വൈഡ് വെബാണ്. അതുപോലെ തന്നെ അതിനകത്തുള്ള സബായിട്ട് വരുന്ന ഒരാളാണ് ബ്രൗസർ. WWWയിൽ ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിവരങ്ങൾ ലഭിക്കത്തുള്ളൂ. അടുത്തത് എന്താണ്? വെബ് ബ്രൗസിങ്. എന്താണ് ഈ ബ്രൗസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലായ്പ്പോഴും വെബ് ബ്രൗസറിൽ വെബ് അഡ്രസ്സ് നൽകിയതിന് ശേഷം പിന്നീട് ഇതിലുള്ള ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ച് വെബ് പേജുകൾ സന്ദർശിക്കും. വേൾഡ് വൈഡ് വെബിലെ വെബ് പേജുകളിലൂടെയുള്ള സഞ്ചാരത്തെയാണ് നമ്മൾ ബ്രൗസിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കത്തില്ല, അതിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വായിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെബ് ബ്രൗസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രൗസർ റിക്വസ്റ്റ്, അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് IP അഡ്രസ്സ് സഹിതം സെർവർ റിട്ടേൺ ചെയ്യുന്നു അല്ലേ. അപ്പം നമ്മൾ എന്താണ്, നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി, നമ്മൾ വായിച്ചു നോക്കുന്നു, അതിനുശേഷം സെർവർ റിട്ടേൺ ദി ഫയൽ, അതിനുശേഷം സെർവർ ഫയൽ റിട്ടേൺ ചെയ്യുന്നു.
അപ്പം നിങ്ങൾക്ക് www.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അഡ്രസ് ബാർ എടുക്കും. ഏറ്റവും ഇതിപ്പോൾ മുകളിലായിട്ടാണ് നമ്മൾ അഡ്രസ് ബാർ, ഇപ്പം ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ അഡ്രസ് ബാറിലാണ് നമ്മൾ ഈ www.government.in എന്ന് പറയുന്ന അഡ്രസ്സ് അടിച്ചു കൊടുത്തതിന് ശേഷം, അതാണ് നമ്മുടെ URL എന്ന് പറയുന്നത്, എൻ്റർ കീ അമർത്തും അല്ലേ. അപ്പം വെബ് ബ്രൗസറിൽ ഈ പേജ് ദൃശ്യമാവും. അപ്പം നൽകിയ URL ശരിയാണോ എന്ന് ബ്രൗസറിന് ഉറപ്പുവരുത്തണം. URLൻ്റെ IP അഡ്രസ്സ് ലഭിക്കുന്നതിനായി ഉപഭോക്താവിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാവിൻ്റെ DNS സെർവറിലേക്ക് ബ്രൗസർ അഭ്യർത്ഥന അയക്കുന്നു. ISPയിലെ DNS സെർവർ മറുപടിയായിട്ട് IP അഡ്രസ്സ് നൽകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വെബ് ബ്രൗസർ വെബ് സെർവറിലെ IP അഡ്രസ്സിലേക്ക് TCP ബന്ധം സ്ഥാപിക്കുന്നു. വെബ് ബ്രൗസർ ആവശ്യമുള്ള ഫയലിനായി വെബ് സെർവറിലേക്ക് ഗെറ്റ് അഭ്യർത്ഥന അയക്കും. അപ്പം നമ്മൾ കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ വെബ് സെർവറിലേക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നതിന് ഗെറ്റ് അഭ്യർത്ഥന അയക്കുന്നുണ്ട്. വെബ് സെർവർ വെബ് പേജ് തിരികെ നൽകുന്നു. TCP ബന്ധം വിച്ഛേദിക്കുന്നു. വെബ് പേജിലെ ഉള്ളടക്കങ്ങൾ മാറ്റങ്ങളോടെ പ്രദർശിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബ്രൗസിങ്ങിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സേവനമാണെന്നും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇനി സെർച്ച് എഞ്ചിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസ് എന്ന് വിളിക്കുന്നത്? അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇൻ്റർനെറ്റിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലക്ഷക്കണക്കിന് വെബ് പേജുകളുണ്ട്. എന്നാൽ വെബ് പേജുകളുടെ വലിയ ശേഖരത്തിൽ നിന്നും ഒരു വിഷയത്തെ തിരഞ്ഞുപിടിക്കുക എന്നത് വളരെ പാടാണ് അല്ലേ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ പ്രോഗ്രാംസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേക വാക്കുകൾക്കായിട്ട് വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ ഡോക്യുമെൻറ്റുകളിൽ തിരഞ്ഞ് സാദൃശ്യമുള്ള പ്രത്യേക വാക്കുകൾ ഉൾക്കൊള്ളുന്ന വെബ് പേജിൻ്റെ പട്ടിക സെർച്ച് എഞ്ചിൻ പ്രോഗ്രാമുകൾ തിരിച്ചു നൽകുന്നു. നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ പുറകിലുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ യൂട്യൂബിലെ ഒരു വീഡിയോയുടെ കാര്യം. ഇപ്പം നമ്മളൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ PSC ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടാഗ് അടിച്ചിടും അല്ലേ. അതേസമയം ഈ എപ്പോഴാണോ നിങ്ങൾ PSC ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ PSC അങ്ങനെ ഈ ടേംസിൽ എവിടെയെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ വീഡിയോ കയറി വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ പോലും ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻസ് നല്ലതായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മൊത്തം നമുക്ക് അതെടുത്ത് തരും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് ചാനലാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏത് വീഡിയോ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ വീഡിയോ നിങ്ങൾക്ക് സെലക്ടും ചെയ്യാം. അതാണ് ഈ സെർച്ച് എഞ്ചിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ക്രോളേഴ്സ്, സ്പൈഡേഴ്സ്, റോബോട്ട് എന്നീ പേരുകളിലുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ്? ക്രോളേഴ്സ്, സ്പൈഡേഴ്സ്, റോബോട്ട് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വെബ് ക്രാളറുകൾ വിവിധ വെബ് സെർവറുകളിൽ സംഭരിച്ചിരിക്കുന്ന വെബ് പേജുകൾ തിരഞ്ഞ് സാധ്യമായ കീവേഡുകൾ കണ്ടെത്തും. ഒരു ഇൻഡെക്സ് രൂപപ്പെടുത്താനായി ഈ കീവേഡുകളും അവയുടെ URLും അടങ്ങുന്ന പട്ടിക തയ്യാറാക്കി സെർച്ച് എഞ്ചിൻ്റെ വെബ് സെർവറിൽ സംഭരിച്ചു വയ്ക്കും. നമ്മളൊരു പ്രത്യേക വിഷയം തിരയാനായി സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വേൾഡ് വെബിൽ തിരയില്ല. അത് വെബ് ക്രോളർ പ്രോഗ്രാമുകൾ വിഷയത്തിന് വേണ്ടി സെർച്ച് എഞ്ചിൻ്റെ വെബ് സെർവറിൽ തയ്യാറാക്കിയ സൂചികയുണ്ടല്ലോ, പട്ടികയുണ്ടല്ലോ, അവിടെ മാത്രം നോക്കുന്നു. സെർച്ച് എഞ്ചിനുകൾ സൂചികയിൽ നിന്നും പ്രത്യേക വിഷയങ്ങൾ കണ്ടെത്തിയ URLുകളുടെ പട്ടിക തയ്യാറാക്കി പ്രദർശിപ്പിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഇമെയിൽ എന്ന് പറയുന്നത്. അത് ഇമെയിൽ എന്ന് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. ഇമെയിലിനെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം ലോകത്തിലുള്ള എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇമെയിൽ അയക്കാം അല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഇൻ്റർനെറ്റിലൂടെ 100 കോടിയിൽ പരം സന്ദേശങ്ങളാണ് മെയിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് നമ്മൾ ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക് മെയിലിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം ജനപ്രിയമായ ആശയവിനിമയ ഉപകരണമായിട്ട് ഇപ്പോൾ ഇമെയിൽ മാറിയിട്ടുണ്ട്. ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വീകർത്താവിൻ്റെ മെയിൽ ബോക്സിൽ അത് എത്തിച്ചേരും അല്ലേ. ടെക്സ്റ്റ് വിവരങ്ങൾക്ക് പുറമെ നമുക്ക് ഫയലുകൾ, ഡോക്യുമെൻ്റ്, ചിത്രം അങ്ങനെയെല്ലാം നമുക്ക് ഇമെയിൽ അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമെയിലിൻ്റെ സ്ട്രക്ചർ സ്ഥിരം ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇമെയിലിൻ്റെ സ്ട്രക്ചർ വരുന്നത്? അപ്പോൾ ഇമെയിലിൻ്റെ വിലാസത്തിൻ്റെ ഘടന എങ്ങനെയാണ് വരുന്നത്? യൂസർ നെയിം എന്താണ് ആദ്യം വരുന്നത്? യൂസർ നെയിം ആയിരിക്കണം ആദ്യം വരുന്നത്. ഒരു അറ്റ് ഉണ്ടായിരിക്കണം. യൂസർ നെയിമിന് ശേഷം നമ്മളൊരു അറ്റ് എഴുതും. അതിന് ശേഷം നമ്മൾ എന്തെഴുതണം? ഡൊമൈൻ നെയിം എഴുതണം. യൂസർ നെയിം, ഒരു അറ്റ്, അതിന് ശേഷം ഡൊമൈൻ നെയിം എന്നാകുന്നു.
ഒരു ഇമെയിൽ വിലാസത്തിൻ്റെ ഉദാഹരണമാണ് ഈ scrtkerala@gmail.com. ഇതിനകത്ത് scrt എന്താണ്? യൂസർ നെയിമാണ്. അതിനുശേഷം അറ്റ് കൊടുക്കുന്നു. ഇതെന്താണ്? ഡൊമൈൻ നെയിമാണ്. gmail.com, yahoo.com, എന്തുവാ hotmail.com, അങ്ങനെ എന്ത് വേണമെങ്കിലും ഡൊമൈൻ നെയിമായിട്ട് വരാം. അപ്പോൾ ഇത് ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. ഒരു ഇമെയിൽ വിലാസത്തിൽ അറ്റ് ചിഹ്നത്താൽ വേർതിരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ 2 ഭാഗങ്ങളാണ് ഇതിനുള്ളത് അല്ലേ. അതിനകത്ത് ഒന്ന് മെയിൽ വിലാസക്കാരനെ തിരിച്ചറിയുന്നതിനുള്ള യൂസർ നെയിം. അപ്പം ആരാണ് അയക്കുന്നത് അവിടെ നമ്മുടെ പേരാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതായത് ഈ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ സെർവറിൻ്റെ പേരായിരിക്കണം. ആദ്യ ഭാഗത്തും ഇമെയിൽ സെർവറിൻ്റെ ഡൊമൈൻ പേരാണ് ഈ gmail.com എന്നത്. അപ്പോൾ ഇമെയിൽ സേവനദാതാവിൻ്റെ പേര് രണ്ടാം ഭാഗത്തും ആയിട്ടും. അപ്പം ആദ്യമുള്ളത് നമ്മുടെ പേര്, രണ്ടാമതുള്ളത് സെർവറിൻ്റെ പേര്. അപ്പോൾ വെബ്സൈറ്റുകളായ gmail.com, hotmail.com തുടങ്ങിയവ ഇമെയിൽ സേവനം നൽകുന്ന വെബ്സൈറ്റ്, യാഹു ആണെങ്കിലും മതി. ഇപ്പോൾ ഇമെയിൽ അയക്കുക, സ്വീകരിക്കുക, മറുപടി നൽകുക, ക്രമീകരിക്കുക എന്നിവയെല്ലാം എന്താണ്? ശരിക്കും ഇമെയിൽ അയക്കുക, മറുപടി നൽകുക, ക്രമീകരിക്കുക എന്നിവ വെബ് ആപ്ലിക്കേഷന്റെ പ്രധാന ധർമ്മമാണ്. ഇത്തരം ജനപ്രിയവും സാധാരണവുമായ സൗകര്യങ്ങളെ വെബ് മെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇമെയിൽ അയക്കുന്നു, സ്വീകരിക്കുന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്നു, അതിനെ ക്രമീകരിച്ചിരുന്നു. ഇതെല്ലാം എന്താണ്? വെബ് ആപ്ലിക്കേഷന്റെ ധർമ്മമാണ്. ഇതിനെ നമ്മൾ വെബ് മെയിലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ സ്ഥാപിക്കപ്പെട്ട ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ഇമെയിൽ നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലൂടെ ഇമെയിൽ സേവനദാതാവിൻ്റെ സെർവറിൽ നിന്നും ഇമെയിൽ വീണ്ടെടുക്കുകയും നമ്മുടെ ഇമെയിൽ വിലാസവും പാസ്വേഡ് ഉപയോഗിച്ച് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും ക്രമീകരിക്കാനും ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയർ സൗകര്യം നൽകുന്നു. അപ്പോൾ ഈ അയച്ച ഇമെയിൽ അവിടെ സ്റ്റോർ ചെയ്തിടാൻ സഹായിക്കുന്ന ഒരാളാണ് ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ ആണല്ലോ. കമ്പ്യൂട്ടറിനും ഇൻ്റർനെറ്റ് ബന്ധം ഇല്ലാതിരുന്നപ്പോൾ അയച്ച സന്ദേശങ്ങൾ പ്രോഗ്രാമിലൂടെ സംഭരിക്കുകയും പിന്നീട് ഓൺലൈൻ ആകുമ്പോൾ അയക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെളിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് ആ മെസ്സേജ് സെൻഡ് ആവില്ല. പക്ഷേ എപ്പോഴാണോ നമ്മൾ ഓൺലൈനിലേക്ക് വരുന്നത് ആ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. സാധാരണയായി സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകൾ, ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. കമ്പ്യൂട്ടറിൽ ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും ക്രമീകരിക്കാനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. എന്താണ്? സാധാരണയായി സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകൾ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളും പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിക്കാറുണ്ട്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മോസില്ല തണ്ടർ ബേർഡ്, അതുപോലെ ജനപ്രിയ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകളാവുന്ന ഏതൊക്കെയാണെന്ന് ചോദ്യം വരാം. ഏതൊക്കെയാണ്? മോസില്ല തണ്ടർ ബേർഡ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, ഇതൊക്കെ എന്താണ്? ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനാണ്. ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ് ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ? മോസില്ല തണ്ടർ ബേർഡും മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കും ഓർത്ത് വെച്ചേക്കുക. അതുപോലെ പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളോ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളോ ഉപയോഗിക്കുന്നു. അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇനി സെക്ഷൻസ് ഓഫ് ആൻ ഇമെയിൽ. എന്തൊക്കെയാണ് ഇമെയിലിൻ്റെ സെക്ഷൻസ്? ഒരു ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ താഴെ പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ ചേർക്കുന്ന സംവിധാനം നൽകുന്നു. ഒന്നെന്താണ്? നമ്മൾ ടു കൊടുക്കണം അല്ലേ? ഏത് മെയിലിലേക്കാണോ ഇത് പോകേണ്ടത് അത് സ്വീകർത്താവ് നമ്മൾ പറയില്ലേ, നമ്മൾ അയക്കാൻ പോകുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ ടു കൊടുക്കണം. അതുപോലെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സന്ദേശം അയക്കേണ്ട ദ്വിതീയ സ്വീകർത്താവ്, അതായത് സെക്കൻഡറി റെസിപ്പിയൻ്റ് എന്ന് പറയും. അതിൻ്റെ ഇമെയിൽ വിലാസം എഴുതാനുള്ള സ്ഥലമാണ് ഈ CC എന്ന് പറയുന്നത്. അടുത്ത ബ്ലൈൻഡ് കാർബൺ കോപ്പി, BCC എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു എക്സാം ഇട്ട സമയത്ത് BCCയുടെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് BCCയുടെ ഫുൾ നെയിം. സന്ദേശം സ്വീകരിക്കുന്ന തൃതീയ സ്വീകർത്താവ് അഥവാ ടെറിഷറി റെസിപ്പിയൻറ്റിൻ്റെ ഇമെയിൽ വിലാസം എഴുതുന്ന സ്ഥലമാണത്. പ്രാഥമിക ദ്വിതീയ സ്വീകർത്താക്കൾക്ക് സന്ദേശം ലഭിക്കുമ്പോൾ തൃതീയ സ്വീകർത്താവിൻ്റെ വിലാസം കാണാൻ സാധിക്കില്ല. ഉപയോഗിക്കുന്ന ഇമെയിൽ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃതീയ സ്വീകർത്താക്കൾക്ക് BCCയിലെ അവരുടെ ഇമെയിൽ വിലാസം മാത്രം കാണാനോ അല്ലെങ്കിൽ എല്ലാ സ്വീകർത്താക്കളുടെയും ഇമെയിൽ വിലാസം മാത്രം കാണാനോ കഴിഞ്ഞേക്കാം. അപ്പോൾ BCC എന്താണെന്ന് ഫുൾ നെയിമോടെ ഓർത്ത് വെച്ചേക്കാം. ലാസ്റ്റ് വണ്ണാണ് കണ്ടന്റ്. എന്താണ് നമ്മൾ അയക്കുന്നത്? ഇമെയിൽ അയക്കുന്നത് എന്താണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, CC എന്ന് പറയുന്നത് BCC കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻഡ് അയക്കുമ്പോഴത്തേക്ക് സംഭവം അങ്ങ് പോയിക്കോളും. അപ്പം ഇതിനകത്ത് എല്ലാം നമുക്ക് നമ്മുടെ വേർഡ് പോലെ തന്നെ മാറ്റാനായിട്ട് സാധിക്കും അല്ലേ? അക്ഷരത്തിൻ്റെ ശൈലി മാറ്റാം, വലിപ്പം മാറ്റാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ റിപ്ലൈ ബട്ടൺ ഉണ്ട്, അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ബട്ടൺ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മെയിൽ വഴി സാധ്യമാകുന്നതായിരിക്കും. ലാസ്റ്റ് വണ്ണാണ് ഒരു കാര്യം കൂടെ, വിഷയം. ഇവിടെ കണ്ടന്റ് പറഞ്ഞു, കണ്ടന്റ് കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട വിഷയം നമുക്ക് അവതരിപ്പിക്കാം അല്ലേ. എന്താണ് നമ്മുടെ വിഷയം എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പറയാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ സംവേദനത്തിന് വേണ്ട അർത്ഥവത്തായ വിഷയം നൽകണം. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ തിരയുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുമായി നിങ്ങൾക്കുള്ള സംഭാഷണം തിരിച്ചറിയാനായിട്ട് ഈ വിഷയം കൊണ്ട് സാധിക്കും. ഇപ്പം നമ്മൾ പറയുകയാണ് എന്തെങ്കിലും ഒരു SCERT ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. SCERT ടെക്സ്റ്റ് ബുക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അയക്കുന്ന മെയിൽ, അപ്പോൾ അതായിരിക്കണം നമ്മുടെ വിഷയം. അപ്പോൾ നാളെ ഒരു സമയത്ത് കുറേ മെയിൽ വന്ന് കിടക്കുന്നതിനകത്ത് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അയച്ച മെയിൽ തിരിച്ചു വന്ന് കിടക്കുന്നതായിരിക്കും. അടുത്ത നെക്സ്റ്റ് ടോപ്പിക്ക് ഇമെയിലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ഇമെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേര്, ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ ഒന്ന് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ഇൻ്റർനെറ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ തുടക്കം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സേവനങ്ങൾക്കകത്ത് ഒന്ന് വേൾഡ് വൈഡ് വെബ് WWW, അതിനകത്ത് തന്നെ എന്താണ് ബ്രൗസർ അല്ലേ. നമുക്കൊരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ബ്രൗസർ വേണം. ബ്രൗസറിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ സെർച്ച് ചെയ്യുന്നതിനെ നമ്മൾ വെബ് ബ്രൗസിംഗ് എന്ന് വിളിക്കും. പ്രധാനപ്പെട്ട ബ്രൗസറുകൾ ഏതൊക്കെയാണെന്നും വെബ് ബ്രൗസിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്തൊക്കെയാണ് സെർച്ച് എഞ്ചിൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സെർച്ച് എഞ്ചിൻസ് എന്താണ്, അതിനുശേഷം ഇമെയിൽ എന്താണെന്ന് പറഞ്ഞു. ഇമെയിലിനകത്ത് പ്രധാനപ്പെട്ട 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇമെയിലിനകത്ത് സെക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ്, ടു വേണം, അതുപോലെ CC അല്ലെങ്കിൽ എന്താണ് അയക്കേണ്ട ദ്വിതീയ സ്വീകർത്താവ്, രണ്ടാമത്തെ ആളുടെ പേര്, BCC എന്താണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു, കണ്ടന്റ് വേണം, അതുപോലെ തന്നെ വിഷയം വേണമെന്ന് പറഞ്ഞു. ഇനി വർക്കിംഗ് ഓഫ് ഇമെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന എന്താണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ SMTP ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിലിനെ പറ്റിയിട്ട് ഓർക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇമെയിൽ ഉപയോഗിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ, ഒന്നെന്താണ് വേഗതയുണ്ട്, പിന്നെ ഉപയോഗിക്കാൻ എളുപ്പമാണ്, കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് സൗകര്യമുണ്ട് അല്ലേ, ഫയലുകളും ചിത്രമൊക്കെ കൂട്ടിച്ചേർക്കാം. അതുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദമാണ്, പേപ്പറൊന്നും ഉപയോഗിക്കണ്ടല്ലോ, അയച്ചാൽ പോരെ. അതുപോലെ ഒരു ഇമെയിലിൻ്റെ മറുപടി അപ്പം തന്നെ നമുക്ക് തിരിച്ചയക്കാനായിട്ട് സാധിക്കും. ചിലവ് വളരെ കുറവാണ്, ഏത് സമയത്തും ലോകത്ത് എവിടെയും ലഭ്യമാണ് അല്ലേ. അതുകൊണ്ട് വളരെയധികം പോസിറ്റീവ് എഫക്ട്സ് ഉണ്ട്. എന്നാൽ നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇമെയിലുകളിലൂടെ വൈറസ് വ്യാപിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ജങ്ക് മെയിൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെയിൽസ് വരാം. ഈ 2 എണ്ണമാണ് പ്രധാനപ്പെട്ട ഇമെയിലിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ നെയിം ചോദിക്കാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വീട്ടിലെ ഫ്രിഡ്ജ്, അതിനുള്ള മുട്ടകളുടെ എണ്ണം പരിശോധിച്ചതിന് ശേഷം മുട്ട വാങ്ങാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് സന്ദേശം അയക്കുകയോ, അടുത്ത കടയിൽ നിന്ന് മുട്ടകൾ വാങ്ങാനുള്ള നിർദ്ദേശം നൽകിയോ, മൊബൈൽ ഫോണിലൂടെ എയർ കണ്ടീഷൻ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനോ, നിങ്ങളുടെ കാറിലെ ഇന്ധനം നിറയ്ക്കുന്ന കാര്യം മൊബൈൽ ഫോണിലൂടെ ഓർമ്മപ്പെടുത്താനോ, അങ്ങനെ നമ്മളൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ചാണ് ഇന്ന് സാധ്യമാകുന്നത്. മൊബൈൽ ഫോണുകൾ, ഫ്രിഡ്ജുകൾ, കാറുകൾ, എയർ കണ്ടീഷൻ, വിളക്കുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന സങ്കല്പത്തിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഓരോ ഉപകരണത്തിനെയും തിരിച്ചറിയാൻ സമാനമില്ലാത്ത IP അഡ്രസ് നൽകുകയും മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഡേറ്റ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. IPv6 ഉപയോഗിക്കുന്നതിനാൽ IP അഡ്രസ്സിൻ്റെ എണ്ണത്തിലുള്ള വർധനമാണ് ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ അടിസ്ഥാനം. അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ച് രോഗികളുടെ രോഗാവസ്ഥ നിരീക്ഷിക്കുകയും അടിയന്തര ഘട്ടത്തിൽ ഡോക്ടറെ അറിയിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ IoTയിലൂടെ ഊർജ്ജം, ജലം എന്നിവ പാഴാക്കുന്നത് കുറയ്ക്കാനും അതുവഴി നമ്മുടെ തൊഴിൽ ജീവിതശൈലി മെച്ചപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞേക്കാം. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞില്ല മുട്ടയുടെ എണ്ണം എത്രയാണെന്നോ അല്ലെങ്കിൽ മുട്ടയ്ക്ക് ഓർഡർ വരെ കൊടുക്കാനൊക്കെ സാധിക്കുന്നത്, അതെല്ലാം ലിങ്ക്ഡ് ആണെന്ന് പറയില്ലേ. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞു കേട്ടോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താ ചെയ്യുന്നത്, എല്ലാത്തിനെയും ഓരോ IP അഡ്രസ്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഫോമാണ് IoT അഥവാ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ അഥവാ സാമൂഹിക മാധ്യമങ്ങൾ ആണല്ലോ, സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ വേണ്ട പോയിന്റ്സ് മാത്രം നമുക്ക് ഓടി നോക്കി അങ്ങ് പോകാം. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്ന ആശയവിനിമയത്തിനും അല്ലെങ്കിൽ വിനോദത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം പോലും എന്താണ്, സോഷ്യൽ മീഡിയ ആണ്, യൂട്യൂബൊക്കെ. അപ്പം എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വർഗീകരണത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയ.
ഇന്റർനെറ്റിന്റെ വേദികൾ, സാമൂഹിക ബ്ലോഗുകൾ, മൈക്രോ ബ്ലോഗ്, വിക്കിപീഡിയ, സാമൂഹ്യ ശൃംഖലകൾ അഥവാ സോഷ്യൽ നെറ്റ്വർക്ക്, ഉള്ളടക്കം, സമൂഹങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി സാമൂഹിക മാധ്യമങ്ങൾ ഇന്റർനെറ്റിൽ ഉണ്ട്. അപ്പം ജനപ്രിയമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോഗോകളാണ് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതിൽ പലതും നമുക്കറിയാവുന്നതാണ്. ആദ്യം നോക്കുക, ഇന്റർനെറ്റ് വേദികൾ അഥവാ ഇന്റർനെറ്റ് ഫോറംസ്. അതാണ് ഒന്നാമത്തെ സോഷ്യൽ മീഡിയയുടെ വർഗീകരണം. എന്താണ് ഇന്റർനെറ്റ് വേദി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സന്ദേശങ്ങൾ അയക്കുന്നതിലൂടെ ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാൻ സഹായകമായ ഓൺലൈൻ വെബ്സൈറ്റിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ഫോറം എന്ന് വിളിക്കുന്നത്. സന്ദേശങ്ങൾ അയക്കാം, മെസ്സേജ് അയക്കുന്നതിലൂടെ ആൾക്കാർക്ക് തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്താനായിട്ട് സഹായകമാകുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെയാണ് നമ്മൾ ഇന്റർനെറ്റ് ഫോറം അഥവാ ഇന്റർനെറ്റ് വേദി എന്ന് വിളിക്കുന്നത്. വിവിധ വിഷയങ്ങൾക്കായി ഓരോ വേദികൾക്കും ഉപവേദികൾ ഉണ്ടായേക്കാം. ഒരു വിഷയത്തിലുള്ള ചർച്ചയെ ത്രെഡ് എന്ന് വിളിക്കാം. അപ്പോൾ അത് ചോദിക്കാം, ഒരു വിഷയത്തിലുള്ള ചർച്ച നടക്കും, അതിനെ നമ്മൾ ത്രെഡ് എന്ന് വിളിക്കും. ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതിനെ ത്രെഡ് എന്ന് വിളിക്കുന്നു. ജനങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പുതിയ ത്രെഡ് തുടങ്ങുകയോ ചർച്ച ചെയ്യുന്ന ഒരു ത്രെഡിനോട് പ്രതികരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ ത്രെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ പുതിയൊരു വിഷയം ത്രെഡ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വിഷയത്തിനെ പറ്റിയിട്ട് പ്രതികരിക്കുകയോ ചെയ്യാം. ചില വേദികളിൽ അജ്ഞാത ലോഗിൻ അനുവദിക്കും. ചർച്ചകൾ, പ്രോഗ്രാമിംഗ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഫാഷൻ തുടങ്ങിയവയൊക്കെ ഇവിടെ ചർച്ചയാവുന്നതായിരിക്കും. അപ്പം ഈ വിധമായ ചർച്ചകൾ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനും അവയുടെ പരിഹാര മാർഗത്തിനും സഹായിക്കുന്നു. ഉബുണ്ടു ഉപഭോക്താക്കൾക്ക് സഹായം നൽകുന്ന ജനപ്രിയ ഇന്റർനെറ്റ് വേദിയാണ്. അപ്പോൾ ഓർക്കുക, ഉബുണ്ടു ഫോറം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താണ് ഉബുണ്ടു ഫോറം? അത് ഇതുപോലെ ഉപഭോക്താക്കൾക്ക് സഹായം നൽകുന്ന ജനപ്രിയ ഇന്റർനെറ്റ് വേദിയാണ്. അപ്പോൾ ഇന്റർനെറ്റ് വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോർക്കുക? ഇന്റർനെറ്റ് വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വിഷയം, ആ വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓൾറെഡി ത്രെഡ് ഉള്ളതിനകത്ത് നമുക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ത്രെഡിന് നമുക്ക് തുടക്കം കുറിക്കാം. ഓക്കെ ആണല്ലോ? അതിനോട് പ്രത്യേകമായിട്ടുള്ളൊരു വേദി ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? ഉബുണ്ടു ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം. മനസ്സിലാവുന്നുണ്ടല്ലോ? 2 സാമൂഹിക ബ്ലോഗുകൾ അഥവാ ഇന്റർനെറ്റ് ഫോറംസ് ഉണ്ട്. രണ്ടാമത്തെ ആളാണ് ഇന്റർനെറ്റ് ഫോറംസിനകത്ത് സാമൂഹ്യ ബ്ലോഗ് എന്ന് പറയും അല്ലേ? വിപരീത കാലക്രമം അനുസരിച്ച്, അതായത് ഏറ്റവും പുതിയവ ആദ്യം വരും. ഇപ്പോൾ ഒരു ബ്ലോഗ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും മുകളിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള എഴുത്തുകളോ കുറിപ്പുകളോ ഉൾപ്പെടുന്ന വിജ്ഞാനപ്രദമോ സംവാദപ്രദമോ ആയ വെബ്സൈറ്റിനെയാണ് നമ്മൾ സാമൂഹിക ബ്ലോഗ് എന്ന് വിളിക്കുന്നത്, സോഷ്യൽ ബ്ലോഗ്സ് എന്ന് വിളിക്കുന്നത്. ചില ബ്ലോഗുകളിലൂടെ ഒരു പ്രത്യേക വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. എന്നാൽ ചിലത് ഓരോരുത്തരുടെ ഓൺലൈൻ ദിനക്കുറിപ്പുകളായിട്ടും മറ്റ് ചിലത് പ്രത്യേക വ്യക്തിയുടെയോ കമ്പനിയുടെയോ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ പരസ്യത്തിനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബ്ലോഗ്സ് തന്നെ പലതരമുണ്ട്. ചിലരെന്താണ് ഓരോരുത്തർക്കും ഓൺലൈൻ ദിനക്കുറിപ്പുകൾ എഴുതാറുണ്ട്. ചിലതിനകത്ത് ചില പ്രത്യേക വ്യക്തിയുടെയോ കമ്പനിയുടെയോ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഓൺലൈൻ പരസ്യത്തിനായിട്ട് ഉണ്ടാക്കുന്ന ബ്ലോഗുകളുണ്ട്. തുടക്കത്തിൽ ബ്ലോഗുകൾ ഒരു ഉപഭോക്താവിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണെങ്കിൽ ഇപ്പം ഒന്നിലധികം എഴുത്തുകാർ ഒരുമിച്ച് എഴുതുന്ന ബ്ലോഗുകളും ഉണ്ട്. അപ്പം ജനപ്രീതി ആർജിച്ച ബ്ലോഗിംഗ് സൗകര്യം തരുന്ന വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് blogger.com, 2 wordpress.com. അപ്പോൾ ബ്ലോഗ്സ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന് ഫോറംസ്, ഇന്റർനെറ്റ് ഫോറംസിനകത്ത് ഒന്ന് വേദികൾ, ഇന്റർനെറ്റ് വേദികളുണ്ട്. 2 സാമൂഹിക ബ്ലോഗ്, സോഷ്യൽ ബ്ലോഗ്സ്. അടുത്ത മൈക്രോ ബ്ലോഗ് എന്ന് പറയും. അതെന്തായിരിക്കും? ഉപഭോക്താക്കൾക്ക് ഹ്രസ്വവാക്യം, ചെറിയതായിട്ടുള്ള വാക്യങ്ങൾ, വ്യക്തിഗത ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ലിങ്കുകൾ എന്നിവ കൈമാറാനാണ് ഈ മറ്റേ ബ്ലോഗ് എന്ന് പറയുമ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ വിഷയത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. മൈക്രോ ബ്ലോഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളോ അല്ലെങ്കിൽ വ്യക്തിഗത ചിത്രങ്ങളോ ലിങ്കുകൾ, കൊച്ചു കൊച്ചു വാക്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മൈക്രോ ബ്ലോഗ്സിൽ എഴുതുന്നത്. ആളുകൾക്ക് അവരുടെ ചുറ്റുപാടിൽ നിരീക്ഷിക്കുന്ന കാര്യങ്ങളും ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും പങ്കിടുവാൻ ജനം മൈക്രോ ബ്ലോഗ് ഉപയോഗിക്കുന്നു. നൈസർഗികമായ വാർത്താവിനിമയ സമ്പ്രദായം വാഗ്ദാനം ചെയ്യുന്ന മൈക്രോ ബ്ലോഗിംഗ് പൊതുജനാഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ കഴിയും. ഒന്ന് ട്വിറ്ററാണ് കേട്ടോ. twitter.com ഒരു ജനപ്രിയ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. അപ്പോൾ twitter.com എന്താണെന്ന് ചോദിക്കാം. അതെന്താണ്? മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ട്വിറ്റർ. അടുത്തത് വിക്കിപീഡിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വിക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതൊരാൾക്കും ഒരു വെബ് പേജിൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും നിലവിലുള്ള വിവരങ്ങൾ മാറ്റം വരുത്താനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒന്നാണ് വിക്കിയിലൂടെ. അതായത് സാമൂഹ്യ ലേഖനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ വിക്കി എന്ന് വിളിക്കുന്നത്. വിക്കിപീഡിയ എന്ന് ഓർക്കുക. വിക്കികൾ ഉപഭോക്താക്കൾ വരുത്തുന്ന തിരുത്തലുകൾ മറ്റുള്ളവർ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ
പരസ്യങ്ങൾ തുടങ്ങിയവ അപ്പോൾ തന്നെ നീക്കം ചെയ്യുന്നു. ഇപ്പോൾ വിക്കിപീഡിയയിലൊക്കെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ ചേർക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ അപ്പം തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങളും പരസ്യങ്ങളും ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയയിലൂടെ wikipedia.org മലയാള ഭാഷാ പതിപ്പാണ് ml.wikipedia.org എന്ന് പറയുന്നത്. അപ്പോൾ വെബിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ സ്വതന്ത്ര ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് wikipedia.org. അപ്പോൾ ഇവിടെ നിന്നും കുറച്ചേറെ പോയിന്റ്സ് നമുക്ക് പഠിച്ചു വെക്കണം. മിക്കതും നമുക്ക് അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് വിടുകയാണ്. അതുപോലെ വിക്കിപീഡിയയെ പറ്റിയിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരാൾക്കും വിഭവങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും കഴിയുന്ന ഓൺലൈൻ വിജ്ഞാന കോശമാണ് വിക്കിപീഡിയ. വർഷം പഠിക്കുക 2001 ജനുവരി 15 ജിമ്മി വെയിൽസും ലാറി ഡാങ്കർ എന്നിവർ വിക്കിയുടെ സാങ്കേതികത്വവും സങ്കല്പവും ഉപയോഗിച്ചാണ് വിക്കിപീഡിയ തുടങ്ങിയത്. ആരൊക്കെയാണ്? ലാറി ഡാങ്കറും ജിമ്മി വെയിൽസുമാണ് 2001 ജനുവരി 15 വിക്കിപീഡിയ തുടങ്ങിയത്. വിക്കിപീഡിയയിൽ 300 ഭാഷകളിലായിട്ട് ഏകദേശം 300 കോടി ലേഖനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച വിക്കിപീഡിയയുടെ ആംഗലേയ ഭാഷാ പതിപ്പിൽ തന്നെ 44 ലക്ഷത്തോളം ലേഖനങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയത്തില്ലേ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, അതിൻ്റെ മലയാളം വേർഷൻ വിക്കിപീഡിയ മലയാളം നടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വിഷയത്തെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് വിക്കിപീഡിയയിലൂടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഓരോരുത്തർ ആഡ് ചെയ്ത കാര്യങ്ങളാണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. ഈ ആഡ് ചെയ്യുന്ന നമുക്ക് ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് നമ്മൾ പറഞ്ഞു, ഇത് നോക്കാനായിട്ട് ആൾക്കാരുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചിട്ട് വിക്കിപീഡിയയുടെ മലയാളം പതിപ്പിൻ്റെ ആ ഒരു വെബ്സൈറ്റാണ് www.ml.wikipedia.org. അടുത്തത് സോഷ്യൽ നെറ്റ്വർക്കാണ്. സോഷ്യൽ മീഡിയയിലെ നെറ്റ്വർക്ക്സ് ആണ്, അഥവാ സാമൂഹ്യ ശൃംഖല എന്ന് പറയും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഫേസ്ബുക്കും ലിങ്ക്ഡിനും എല്ലാം സാമൂഹ്യ ശൃംഖലയാണ്. വ്യക്തിഗതമായ വെബ് പേജുകൾ നിർമ്മിക്കാൻ ആളുകളെ അനുവദിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വെബ് പേജുകളുണ്ട് അവിടെ. അവ ഉപയോഗിച്ച് സുഹൃത്തുക്കളുമായി സംവേദനം നടത്തുകയോ ആശയങ്ങൾ പങ്കുവയ്ക്കുകയോ ഒക്കെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവ ഉപയോഗിച്ചിട്ട് നമുക്ക് ലേഖനങ്ങളോ ചിത്രങ്ങളോ വീഡിയോ ഒക്കെ പങ്കിടാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റുകളിൽ പൊതുവായ വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ശൃംഖലയിലേതുപോലെ ഒരു പ്രത്യേക വിഷയമോ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്നു. facebook.com, linkedin.com തുടങ്ങിയവ ജനപ്രീതി ആർജിച്ച സാമൂഹ്യ ശൃംഖലകളാണ്, പറയേണ്ട കാര്യമില്ല. അടുത്തത് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളടക്ക സമൂഹങ്ങൾ. അതും സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ചിത്രങ്ങളും വീഡിയോ തുടങ്ങിയ ഉള്ളടക്കങ്ങൾ ക്രമപ്പെടുത്തുകയും പങ്കിടുകയും ചെയ്യുന്ന വെബ്സൈറ്റുകളെയാണ് നമ്മൾ കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് യൂട്യൂബ്, അല്ലേ? യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിനകത്ത് വീഡിയോ അല്ലെങ്കിൽ flickr.com എന്ന് പറയുന്നത് ചിത്രങ്ങൾ പങ്കിടുന്നു. അപ്പം സമൂഹങ്ങൾ ജനപ്രീതി ആർജിച്ച ഒരു കണ്ടന്റ് കമ്മ്യൂണിറ്റി ഏതാണ്? യൂട്യൂബാണ്, അല്ലേ? യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ flickr.com-ലൂടെ എന്താണ് ചിത്രങ്ങൾ കൂടുതൽ പങ്കിടുന്നു. ഇന്നത്തെ മിക്ക സാമൂഹ്യ മാധ്യമ വെബ്സൈറ്റുകളും ഒന്നിലധികം സേവനങ്ങൾ ലഭ്യമാകുന്നു. അതായത് സാമൂഹ്യ ശൃംഖല, മൈക്രോ ബ്ലോഗിംഗ്, ഇന്റർനെറ്റ് വേദി, ബ്ലോഗിംഗ് എന്നീ സാമൂഹ്യ മാധ്യമങ്ങൾ സാമൂഹ്യ സ്വാധീനം ചെലുത്തുന്നവയാണെന്ന് പഠനത്തിലൂടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ പേര് പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ തന്നെ ലേഖനങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും, മെസ്സേജസ് അയക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലോഗ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, വീഡിയോസ് പങ്കെടുക്കാനായിട്ട് സാധിക്കും, പരസ്യങ്ങൾ പലയിടത്തും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരേ മാധ്യമത്തിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അറ്റ് പ്രസൻറ്റ് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവങ്ങളിൽ വരുന്നത്? ഒന്ന്, ഇൻ്റർനെറ്റ് വേദികൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് ഫോറംസിനകത്ത് സാമൂഹിക ബ്ലോഗുകൾ അല്ലെങ്കിൽ മൈക്രോ ബ്ലോഗ്സ് ഉണ്ടായിരിക്കും, വിക്കികൾ ഉണ്ടായിരിക്കും. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണ് നേട്ടങ്ങൾ? അതെല്ലാവർക്കും അറിയാം. ആളുകളെ ഒരുമിച്ച് ചേർക്കുന്നു, പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനും ക്രമീകരിക്കാനും സാധിക്കുന്നു. വാണിജ്യ പ്രചരണം അതൊരു വലിയൊരു ഫാക്ടറാണ്. നമുക്കൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടപാടുകാരുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെടാനും അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരിലേക്കൊക്കെ എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാമൂഹിക നൈപുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് ചില പ്രത്യേക പ്രശ്നങ്ങളിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താനും എൻ്റെ കാഴ്ചപ്പാടൊക്കെ പറയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന് ഹെൽപ്പ് ചെയ്യും. ഇനി പരിമിതികളിലേക്ക് നോക്കുമ്പോഴോ, ലിമിറ്റേഷൻസ് ഇൻ ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്താണ്? ഒന്ന്, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാരുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമുണ്ട്. അതുപോലെ ആസക്തി, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറാറുണ്ട്. അതുപോലെ അപവാദം പരത്തുന്നു, ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇടപെടൽ, സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതും ഞാൻ പറയുന്നില്ല, ഇതൊന്നും നമുക്ക് PSC ലെവലിൽ വേണ്ടാത്തതുകൊണ്ട് അതങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. സർവീസസ്, ഇൻ്റർനെറ്റിൻ്റെ സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, അതിൻ്റെ എക്സാമ്പിളും പർപ്പസും.
സോഷ്യൽ മീഡിയ അതുപോലെ HTML ബ്രൗസേഴ്സും നമ്മൾ ഓടിച്ചിട്ടൊന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട്. ബേസിക്സ് മാത്രം മതി എന്നുള്ളത് കൊണ്ട് നമ്മുടെ +2 +1 പുസ്തകം നോക്കി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂസ് ചെയ്ത് മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.